സുഹൃത്തുക്കളെ, തളപതി തലവതി ഈ ഭൂലോകത്ത് മാറ്റം വരാത്തതായി ഒന്നും തന്നെയില്ല. സർവോപരി വിരയിക്കുന്ന നക്ഷത്ര കൂട്ടം മുതൽ തമോഗർത്തത്തിൽ ഒളിച്ചിരിക്കുന്ന കീടാണ് വരെ നിരന്തരം പലവിധ ബാഹ്യ ആന്തരിക മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നു. എന്നാൽ മാറ്റങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന മതങ്ങൾ പോലെ മാനവർക്കിടയിൽ മസാല സിനിമകളുമായി കടന്നു വന്നവൻ ഇവൻ. മാറ്റമില്ലാത്തവൻ, മോന്തയിൽ വിനാഗിരി കുടിച്ച പോലത്തെ എക്സ്പ്രഷൻ എപ്പോഴും ഉള്ളവൻ. തനിക്കൊരു മാറ്റമില്ലോടോ. കാലം മാറുന്നതനുസരിച്ച് ഏതൊരു നടന്റെയും ഉത്തരവാദിത്തമാണ് മാറ്റങ്ങൾ അവരുടെ സിനിമകളിലും കൊണ്ടുവരേണ്ടത്. ഇവിടെ വിജയണ്ണ ഓടുന്ന കാളയ്ക്ക് 1/2 കിലോമീറ്റർ പുറകെയാണ്. പാസവും പ്രഹസനവും പൊട്ടാസ് തോക്കൂല്ലെങ്കിൽ അണ്ണ ഇല്ല. ഇടക്കാലത്ത് ഒരു ഡബിൾ ഷർട്ട് ബെൽ ബോട്ടം പാന്റ് വരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി. പണ്ട് ഞാൻ ഓർക്കുന്നു കുറച്ച് സ്റ്റൈലിഷ് ആവുക മൂട്ടി ഒന്ന് മാറ്റിയത്. അതിലും ഭേദം ഇത് തന്നെ. വിജയ് ഫാൻസെ കൊണ്ട് ഈ കണ്ടമ്പോഴേ ഓടിക്കോ വലിച്ച് കീറും ഞാൻ. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. തലച്ചോറ് രുചി അച്ചാരം ഉപ്പിലിട്ട് ഒരു അസാധാരണ വിജയ് ഫാനായി നിങ്ങൾ ഈ പടം കണ്ടാൽ കോരി തെരിപ്പിക്കുന്ന രോമാഞ്ചം കുളിക്കുന്ന 1001 സീൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. പടം തുടങ്ങുന്നത് അങ്ങ് ജമ്മു കാശ്മീരിലാണ്. വിജയന്റെ ഓഫ്കോഴ്സ് രക്ഷകനായ റോ ഏജന്റ്. ഇതല്ലെന്ന്, ഇത് ഈ റോയൊക്കെ മേജറി പോലും കണ്ടുണ്ടല്ലോ സിനിമാക്കാർക്കിടയിൽ. നീ കാര്യം പറയണ കൊണക്കാതെ. ഓക്കെ, നിങ്ങൾ ഈ കുട്ടിയെ ഓർത്തു വെച്ചു. ഈ കുട്ടിയാണ് പടത്തിന്റെ ത്രെഡ്. അങ്ങനെ കാശ്മീരിൽ നിൽക്കുമ്പോൾ വിജയ് അണ്ണന് ഒരു കോള് വരും. അതായത് അണ്ണ അവിടെ ഒരു കൊടും ഭീകരവാദിയായി ഉമർ ഫാറൂഖിനെ പിടിക്കാനാണ് അങ്ങോട്ട് കയറി ചെന്ന. അങ്ങോട്ട് ഇപ്പൊ കയറി ചെന്ന അവിടെയുള്ള തീവ്രവാദികൾ എല്ലാവരും മൂലം കുത്തി കണ്ടിട്ട് വിടുമെന്ന് പെണ്ണുമ്പിള്ള വിളിച്ചു പറയും ഫോണിൽ. പെണ്ണുമ്പിള്ള ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് വിജയ് അണ്ണൻ. ഓട്ട നിലയ്ക്കാത്ത ചോരയും ബീറ്റ് ചെയ്യുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് കടവുലാളെ കൂടെ തടുപ്പ മുടിയാതെ വിജയ് അണ്ണനാ. വിളിച്ചു പറഞ്ഞ പെണ്ണുമ്പിള്ളയോട് വെച്ച കാലം മുന്നോട്ട് ചവച്ചുടങ്ങി ഇറക്കണമെന്ന ഡയലോഗ് അടിച്ച് ഒറ്റയ്ക്ക് അങ്ങ് ചെന്ന് കയറി കൊടുക്കും ടെറസിന്റെ അടുത്തോട്ട്. ഇനി അങ്ങോട്ടുള്ള സീൻ എന്നൊക്കെ പറഞ്ഞ വിജയണ്ണ തന്നെ സിനിമ കണ്ടിട്ട് പറഞ്ഞെന്ന് ലേശം ലോജിക്കാവാം. AK-47 തോക്കോട്ടി നിൽക്കുന്ന തീവ്രവാദികളുടെ അടുത്ത് സ്വിഗ്ഗി ഡെലിവറി ചെയ്യാമെന്ന ലാഘവത്തോടെ അണ്ണ അങ്ങ് കയറി ചെല്ലും. അല്ല, അണ്ണത് എന്തിനാ ഒരു ബന്ധുര നേരെ അവിടെ കയറി ചെന്നെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കൊല്ലാനാണ് കിഴങ്ങി. എന്തിന് എല്ലാരും ചുമ്മാ വെടിവെച്ച് കൊല്ലാൻ? എന്തിനെന്ന്? അതും പോട്ടെ, അവിടെ നിൽക്കണ അവന്മാർ എന്തിനാണ് വെറുതെ ഇങ്ങോട്ട് കയറ്റി വിട്ടെങ്കിലാ. ശരി, ഇനി കുഞ്ഞമ്മയുടെ മക്കൾക്ക് കളിപ്പാട്ടം എടുത്ത് വെക്കണ പോലെ സിഗ്നൽ ജാമാറൊക്കെ എടുത്ത് വെളിയിൽ വെക്കും. അത് കണ്ട അവിടെ തീവ്രവാദന്മാരെ അവിടെ വായും തുറന്ന് നിൽക്കണം. യവന്മാരൊക്കെ റിക്രൂട്ട് ചെയ്ത മെയിൻ തീവ്രവാദത്തിനെ ആദ്യം പിരിച്ചു വിടണം. ഓൺ ജാമർ വെച്ച് ഓഫായി നീ സിഗ്നൽ ഉണ്ടാകുന്ന നോക്കണാണ് വിജയണ്ണൻ. അത് കേട്ടവിടെ അതനുസരിച്ച് ഒരു മൊണ്ണ തീവ്രവാദി. നെൽസന്റെ ഒക്കെ തലയ്ക്കകത്ത് കറിക്കുള്ള അത്ര വെള്ളം പോലില്ലെന്ന് തോന്നുന്നു. വിജയണ്ണനെ തീരെ പേടില്ല. തലയ്ക്ക് പുറകെ AK-47 വെച്ച തീവ്രവാദിനെ കൈയെണ്ണം പിറ്റാത്തക്ക് വെട്ടും. എന്നിട്ട് ഒറ്റയ്ക്ക് അവിടെ കിടന്ന അടികൂടി എല്ലാരെയും കൊല്ലും. ഈ 30 ബുള്ളറ്റ് വിടാൻ കഴിവുള്ള തോക്കുമ്പോ എന്തിനവന്മാർ അവിടെ നിർത്തിയേക്കണം? എന്തോരം കപ്പ കിഴങ്ങന്മാരുള്ളവന്മാരി. അണ്ണം വെടിയുണ്ടൾക്ക് നേരെ ഓടുന്നു, ചാടുന്നു, മാറുന്നു, മുണയ്ക്കുന്നു. ഒറ്റ വെടിയെങ്കിലും ഒറ്റ കുതിപ്പെങ്കിലും കുതിച്ചാണ് 7 അയലോകത്ത് പോലും വന്നില്ല. ഈയിടെ 10 കുരുടന്മാർക്ക് തോക്കെടുത്ത് വിട്ടാലും അവന്മാരെ നിരത്തിന്ന് വെടിവെച്ചാലും മിനിമം ഒരു 5 ഉണ്ടെങ്കിലും കൊണ്ടേനെ. മത്തങ്ങോളത്തെ കണ്ണും വെച്ചിട്ട് തൊലിയന്മാരുണ്ടാകണ്. എന്തായാലും ലോജിക്കിനെയും ഗാന്ധിജി അവന്മാർക്ക് ഇഷ്ടമല്ല. അല്ല ലോജിക്കിനെ ഇഷ്ടമല്ല, ഗാന്ധിജി ഇഷ്ടമാണ്. ചുമ്മാ ശേഷം അണ്ണൊരു വലിയ ബസൂക്ക എടുത്ത് ഒരു ജനലിന്റെ അവിടെ പോയി എയിം ചെയ്ത് നിൽക്കും. അപ്പൊ ഇതാണ് തീവ്രവാദി. ഇത് തീവ്രവാദി അല്ലാതെ തീവ്രവാദിയല്ല. ഇത് ഇത്ര ചെറുതെന്ത്? അല്ല, സിനിമയൊക്കെ ഒരു 6 അടി പൊക്കോക്കുള്ള കണ്ണിൽ സുറുമയൊക്കെ വരച്ച ആളല്ലേ തീവ്രവാദി. ഏത് പക്ഷെ അതിന് നെൽസനെ സമ്മതിക്കണം. നെൽസൺ പക്ഷെ കൺവെൻഷണൽ തിങ്സിനെയൊക്കെ പാടി ആട്ടി ഓടിച്ച് പെട്ടെന്നാണ് അവരുടെ ടെസ്റ്റ്. നേരത്തെ ഞാൻ ഒരു കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചി സ്ഫോടനത്തിൽ മരിക്കും. ആ കൊച്ചിന് ആദ്യം വിജയണം ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ ബലൂണാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അങ്ങനെയാണ് വിജയണം മനസ്സിലാക്കണം ആ കൊച്ചവിടെ മയ്യത്തായെന്ന്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു മരിക്കണത് വിജയണ്ണ എയിം ചെയ്ത് നിൽക്കില്ല. അപ്പൊ വിജയണ്ണ കണക്റ്റഡ് ആണ് വേറെ ഏജന്റുമാരുമായിട്ട്. അവന്മാർ നൈസായിട്ട് വിജയണ്ണനെ ഒപ്പിക്കും. ആ പരിസരത്തൊന്നും ആരുമില്ല, ധൈര്യമായിട്ട് നീ വിട്ടോന്ന് പറയും. ചതിയാണെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് രാപ്പണി നിർത്തും. അല്ല, ഇതൊന്നും അല്ല. അണ്ണ രാപ്പണിയൊക്കെ നിർത്തിട്ട് പൂജ ഹെഡ്സിന്റെ കൂടെ ഇതൊക്കെ കളിച്ച് നടക്കും. അപ്പൊ ഇടയ്ക്ക് വെച്ച് വേറെ ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്. അന്ന് ഇവിടെ കാണിക്കില്ല, പ്രസക്തി ഇല്ല. 90 കിലോ ഒക്കെ കാർഡ്ബോർഡ് പൊക്കി എടുക്കുന്ന പോലെയല്ലേ അണ്ണം പൊക്കിയ. ഒരു സാധനം എടുത്ത പോലെ തിരിച്ചു വയ്ക്കാനും പറയാൻ കേട്ടാ. അങ്ങനെ ഇരിക്കും എവിടെയോ കാറ്ററിംഗ് വർക്കിന് പോകാൻ കോട്ടും സൂട്ടും ഇട്ടിരുന്ന വിജയണ്ണൻ ഒരു മാള് വിളിച്ചോണ്ട് പോകും. ഇനി ബാക്കി കഥ മൊത്തം ഇവിടെയാണ്. മാസം ഇടയ്ക്ക് ഒരു 10-30 തീവ്രവാദികൾ ഇങ്ങ് തമിഴ്നാട്ടിൽ വന്ന് ഈ മാൾ അങ്ങ് ഹൈജാക്ക് ചെയ്ത് എല്ലാരും ഹോസ്റ്റേജ് ആക്കും. ഇതിൽ ഇവന്മാരുണ്ട്. മീൻവെയിൽ തീവ്രവാദികളെ എല്ലാരെയും പിടിച്ച് നിരത്തിയിരുത്തും. തീവ്രപ്രതികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ISS ആണ്. പക്ഷെ വിജയണ്ണനും പിള്ളേരും തന്ത്രപരമായി രക്ഷപ്പെട്ട് അവിടെ നിന്ന് വേറെ വിളിച്ചിരിക്കും.
അങ്ങനെയാണ് പടത്തിന്റെ ഗതി മാറുന്നത്. വിജയണ്ണന് താണ്ഡവം കാണിക്കാൻ ഇനി ഏത് മൂഡ് ഫാൻ മൂഡ് പടമാണ് ചെയ്ത് എന്ന് പറയും പോലെ വിജയണ്ണ ഒറ്റയ്ക്ക് ഐ റിപ്പീറ്റ് വിജയണ്ണ ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് പാകിസ്ഥാൻ വരെ ഫൈറ്റർ ജെറ്റ് വരെയൊക്കെ ഇട്ട് അല്ല ഫൈറ്റർ ജെറ്റ് ഒക്കെ എടുത്തോണ്ട് പോയി തീവ്രവാദിനെ ഒറ്റയ്ക്ക് കൊല്ലുന്ന സീനൊക്കെ ഉണ്ട്. നീ ഈ വിജയണ്ണുള്ള സിനിമയിൽ എന്തോരം ആർട്ടിസ്റ്റുകളെ കുറയ്ക്കാം, പ്രൊഡ്യൂസർക്ക് എന്തോരം ലാഭം. വിജയണ്ണ ഒറ്റയ്ക്ക് അഭിനയിച്ച ഒരു 1000 പേര് അഭിനയിച്ച തുല്യമാണ്. അല്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇത്തരം പ്രതിഫലം വാങ്ങണം. ശരി, അപ്പൊ ഒളിച്ചിരിക്കുന്ന വിജയണ്ണന്റെ കൊച്ചുള്ളൊരു ശബ്ദം എവിടെന്നെങ്കിലും കേട്ട അപ്പൊ ഒച്ചപ്പെടാൻ തിളകും. അതുവരെ ആര് ചെത്താലും പുണ്ണാക്കെന്ന് പറഞ്ഞ വിജയണ്ണൻ ശബ്ദം കേട്ടിടന്നേ അങ്ങ് ഡിസിഷൻ എടുക്കും, ഈ നായിന്റെ മക്കളെ എല്ലാരും കൊല്ലണം. അല്ല കൊച്ചുകളെ കരച്ചിലിട്ട വിജയണ്ണന് സൈക്കിൾ. ഇതിന് മുന്നേ ഒരു തന്തര നെഞ്ചത്ത് വിജയണ്ണൻ ചവിട്ടി സീനൊക്കെ ഉണ്ട്. അല്ല അതവന് വേണം. വിജയണ്ണ ഇതിനകത്തുള്ളത് എങ്ങനെയോ മഷിയിട്ട് കണ്ടുപിടിച്ച് രക്ഷാപ്രവർത്തന ടീം അണ്ണനെ വിളിച്ച് കെഞ്ചു വിജയണ്ണ മുട്ടിയാതെന്നങ്ങ് പറയും. അതിന്റെ ഇടയ്ക്കാണ് കൊച്ചിന്റെ ഒച്ച കേട്ട് അണ്ണ ഒച്ചുപോലെ വന്ന് ഒച്ച കേൾപ്പിക്കാതെ ഒരു മൊച്ചനെ തച്ച് കൊല്ലുന്നത്. ഇതേ സമയം താഴെ മിനിസ്റ്ററും രക്ഷാപ്രവർത്തകരും തമ്മിൽ തർക്കമാണ്. സംഭവം മറ്റേ കൊള്ളയില്ലേ ചെറുത്, അവൻ ഇറക്കി വിട്ടു കൊടുക്കണമെന്ന്. അല്ലാതെ വേറെ വഴിയില്ലാതെ മിനിസ്റ്ററും അല്ല അകത്ത് വീരരാഘവം കൊണ്ട് അവനെ കൺവിൻസ് ചെയ്യിക്കാമെന്ന് ഇയാളും. അപ്പോഴാണ് പെട്ടെന്ന് അവരെ മുന്നിൽ ഒരു തല കാക്ക കൊത്തിക്കൊണ്ടെങ്കിലും സോറി ഡേസ് അത് കാക്ക കൊത്തിക്കൊണ്ടിട്ടല്ല പിറ്റാത്തേക്ക് അണ്ണൻ കണ്ടിച്ചെറിഞ്ഞാണ്. അല്ല അത് എങ്ങനെയാ കറക്റ്റ് ഡയറക്ഷൻ നോക്കി മൂത്രം ഒഴിച്ച പോലെ തല ഇത്രയും ദൂരം വെട്ടി ഇവിടെ തന്നെ കൊണ്ടിട്ടത്. ഇതൊക്കെ വിജയണ്ണനെ കൊണ്ടേ പറ്റും. ഇനിയാണ് നമ്മുടെ മാഡ് സ്റ്റാർ ഷൈൻ ടോം ചാക്കോ വരുന്നത്. പുള്ളിക്കാരെ ഗതികോട് കൊണ്ട് തീവ്രവാദിയായ ഒരാളാണ്. ബേസിക്കലി ഹീസ് വെരി ഡീസന്റ്. സ്വന്തം മോനെ രക്ഷിക്കാനുള്ള കാശിനെ സ്വയം വരെ തീവ്രവാദിയാണ് ഇയാൾ. വിജയൻ എങ്ങനെ 7 മടക്കി സൈക്കിൾ ട്യൂബ് കെട്ടി വിറവ് കെട്ടി എടുത്തുകൊണ്ട് പോണ പോലെ നിസ്സാരമായി കൊണ്ടുപോയി കെട്ടിയിടും. അപ്പോഴാണ് ആ കൂതറക്കാതെ മൊത്തം വാരി വിതരണാണ്. ശരി, അങ്ങനെയെങ്കിൽ നമുക്കൊരു ഡീല് വെക്കാം. തീവ്രവാദികളെ തുലയ്ക്കാൻ നീ സഹായിച്ചാ നിന്നെ ഞാൻ രക്ഷിക്കാം, നിന്റെ മകനെ രക്ഷിക്കാം. കേട്ട പതി കേൾക്കാത്ത പതി ടോം ഇത് സമ്മതിച്ച് തോക്ക് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തും. പിന്നെ അണ്ണന്റെ ഷോ ആണ് ഫുള്ള്. വന്ന് നടന്നു പോകുന്നവരെ കൊല്ലുന്നു, തിരിഞ്ഞു നിൽക്കുന്നവരെ കൊല്ലുന്നു, കിടന്നിരുന്ന് തൊലിഞ്ഞു ഒക്കെ അണ്ണ എല്ലാരെയും കൊല്ലും. അങ്ങനെ അണ്ണ ഒടുക്കം മെയിൻ തീവ്രവാദിയുടെ റൂം വരെ എത്തി എല്ലാരും അവിടെ കൊന്നു വെച്ചിട്ട് തീവ്രവാദിയുടെ റൂം മൊത്തം ബോംബിട്ട് പൊട്ടിച്ച് നശിപ്പിക്കും. പക്ഷേ തീവ്രവാദ ഒരു ഫ്രിഡ്ജിനകത്ത് കയറിയത് രക്ഷപ്പെടും. പിന്നെ ഇതൊക്കെ ഞൊടിയോടെ സംഭവിക്കുന്നുണ്ട് പടത്തിന് ലാഗില്ല. അതിന്റെ ഇടയിൽ ആനമേക്ക് യോഗി ബാബു മറ്റേ മുന്നേയും കൂടി എന്തൊക്കെയോ തൂങ്ങി കിടന്ന് കോമഡി കാണിക്കുന്നുണ്ട്. ഇതിന് സ്ക്രിപ്റ്റ് എഴുതിയത് നീങ്ങളാ മുടക്ക വണ്ണ. ഇനി ഒരു മാരക സീനുണ്ട്. ആ മിനിസ്റ്ററുടെ മോളും ഭാര്യ അതിനകത്തുണ്ട്. അവരെ വെളിവിടുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. ആ സമയം വിജയണ്ണ ഒരു കിളിപ്പച്ച മിനി കൂപ്പർ എടുത്തോണ്ട് വന്ന് കാണിക്കണ അവരകത്തിന് കയ്യുമില്ല കണക്കുമില്ല. നിങ്ങളത് കണ്ടുനോക്കിയാണ്. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റേ ഫ്ലോറിലോട്ട് BGM ഇട്ട് ചാടണം. ടാർസം പോലും വള്ളി തൂങ്ങി ഇത്രയും ദൂരം ചാടി കാണൂല. ഇനി കാഞ്ഞ ബുദ്ധിയുള്ള വിജയണ്ണ ഇവരെ കാറിക്കറ്റി കൊണ്ട് പോയത് എന്തിനാണ്? വിജയണ്ണന്റെ പ്ലാൻ ബി. അണ്ണൻ ബംഗ്ലാദേശി ആണെന്ന് ഉമർ പാര ഊക്കനെ റിലീസ് ചെയ്ത അണ്ണൻ സ്വയം എല്ലാരും കൊല്ലുമെന്നും ഇൻക്ലൂഡിംഗ് കാരണം ഉമർ ഫാറൂഖ് പുറത്തുനിന്ന ബംഗ്ലാദേശിന് ആപത്താണത്രേ. എല്ലാവരും കൺഫ്യൂസ് ആക്കി. തീവ്രവാദിക്ക് കൺഫ്യൂഷൻ അടിച്ച് പണ്ടടങ്ങി. പക്ഷെ നമുക്കറിയില്ല അണ്ണ ഒരു ട്രൂ ഇന്ത്യൻ ആണെന്ന്. എന്നൊരു സീനുണ്ടടേ, മെഷീൻ ഗണ്ണ് വെച്ച് അണ്ണനെ വെടി വെക്കുമ്പോ അണ്ണൊരു ഷോർട്ട് ഗണ്ണ് എടുത്തോണ്ട് വന്ന് 2 പലകയും ഫ്രണ്ടിൽ വെച്ച് ഒരു ഷോ ഉണ്ട്. തമ്പുരാനെ ആ ഡയറക്ടറിനെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് തോന്നിയ പുലി. ഒരു മോശമായ ഡയറക്ടർ, ഒരു മൊണ്ണ അണ്ണനും. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ഏതോ മൂലയ്ക്ക് നിൽക്കുന്ന മണ്ട പോയി തെങ്ങുന്ന ഒരു തേങ്ങ ഒരുത്തിന് തലയിൽ വീഴ ഇതിനേക്കാൾ ചാൻസ് ഉണ്ട്. ഒരൊറ്റ ഉണ്ട അണ്ണന്റെ ഉണ്ടയുടെ ഇടയിൽ കൂടെ പോലും പോയില്ല. ഉന്നയില്ലാത്ത പന്നകൾ, നിനക്കൊക്കെ എങ്ങനെയാ പെണ്ണിടണ പന്നകളെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വിജയണ്ണന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയാത്ത തീവ്രവാദി ഇതാണ് തീവ്രവാദി. ഇത് കണ്ട കരിക്കോട്ടുകാരനെ പോലെ ഉണ്ടല്ലോ. എനിവേ അടയറോ പറഞ്ഞു അങ്ങനെ കൂട്ടാളികളെ തിരിച്ചു കൊടുക്കണം. 30 ഹോസ്റ്റേജിനെ തരാമെന്നും പറഞ്ഞു ഡീലും അങ്ങ് ഉറപ്പിക്കും. പക്ഷെങ്കിൽ ആ പരിപാടിയൊക്കെ പൊളിയും. ദാണ്ട ഈ മുതുക്ക് എഴുത അന്ന ബംഗാളിയൊന്നുമല്ല, ഇന്ത്യക്കാരനാണ്. നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ നിങ്ങളെ ഉസ്തിക്കുവാണെന്നുള്ള എല്ലാ സത്യവും 30 ഹോസ്റ്റേഴ്സിന്റെ കൂടെ പുറത്തുനിന്ന് തീവ്ര മുണ്ടെടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതും കേട്ട് വെന്റിലേഷൻ വഴി എഴഞ്ഞ് അകത്ത് പോയി മാഡ് സ്റ്റാറിനെ പിടിച്ച് കുണിച്ചിരുത്തി ചോദിക്കും, സാധിച്ചല്ലോടാ നീ. എന്നിട്ട് ടോമിന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ല ഉത്തരവിടും. അപ്പൊ മരമ്പട്ടുകാരന്റെ മഴ കൊണ്ടുവന്ന ജലദേവതയെ പോലെ വിജയണ്ണങ്ങ് പ്രത്യക്ഷപ്പെടും. വിജയണ്ണന്റെ വാക്കും പഴയ ചാക്ക് ഒരുപോലെയാണ്. അവിടെ പ്രത്യക്ഷപ്പെട്ട വിജയണ്ണൻ തീവ്രവാദിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം കയറി ഭീഷണിപ്പെടുത്തും. അതേടാ ടോമിനെയും കൊച്ചിനെയും വീട്ടിലേക്ക് നിന്നെ കൊല്ലും, നിന്റെ തന്തേനെയും കൊല്ലും. ഇനി വിട്ട ഞാൻ ഈ കിടിലോയ ഞാൻ അങ്ങ് സറണ്ടർ ചെയ്യും. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വെറുതെ എന്തിനൊരു പ്രശ്നോ എന്നും പറഞ്ഞ് തീവ്രവാദി അതൊക്കെ സംഭവിക്കും. അതിന്റെ ഇടയിൽ കൂടെ കഴപ്പൂത്ത മിനിസ്റ്റർ ഫണ്ട് അതിനകത്ത് കയറി ചെല്ലും. എന്തിനാണെന്നോ ഇവൻ വന്ന് പെരും കള്ളൻ. ഇവനാണ് ഇത് മൊത്തം പ്ലാൻ ചെയ്യണ തീവ്രവാദിയുടെ ദോസ്ത്. മീൻവൈൽ തീവ്രവാദികൾ വിജയണ്ണ കെട്ടി ഇരുത്തിയിട്ട് ഇടിക്കും. നെറ്റിയിൽ സ്റ്റീല് പിച്ചാത്തി പിടിവെച്ച് ഇടിച്ചിട്ട് ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ല. എന്താണ് തലയിൽ അടമാന്തിയോ? ഒണ്ണന് ഇതൊക്കെ ചെറിയ വേദനയുള്ളൂ. അണ്ണൻ
വന്ന് എങ്ങനെ നടന്നു ഇനി രക്ഷപ്പെടുന്നതെന്നല്ലേ. മുഖത്ത് വെക്കുന്ന കണ്ണാടി ചില്ല് വെച്ച് പ്ലാസ്റ്റിക് കയർ അറുത്ത് രക്ഷപ്പെടും. ഇതിന്റെ ഇടയിൽ കുറെ ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിക്കണില്ല, കാണിച്ച ആസിഡോട്ട് ചാവാൻ തോന്നും. പഴം പോലും കണ്ടിച്ചാൽ മുറിയാതെ കണ്ണാടി ചില്ലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നോ സാധിക്കണം എന്റെ ഭർത്താവേ. ശേഷം അവിടെ കിടന്നാണ് ഒരു സ്കേറ്റിംഗ് യുദ്ധമുണ്ട്. കാല് വേറെ ആരുടെ തലാണ്. അല്ലാതെ ചെയ്തിരുന്നെങ്കിൽ 4 ഫ്രണ്ടിലെ പല്ല് പോയനെ. അതേസമയം അകത്താ തീവ്രവാദി ഒരു മുതുക്ക് ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കും. തീവ്രവാദി മരിച്ച ഹോറുകളെ സ്വർഗവും കിട്ടും. മിനിസ്റ്റർ സൈഡിൽ ഇപ്പോണ്ട് അങ്ങേര് കത്താ കിട്ടും ഉണ്ടാ. അതുകൊണ്ട് അങ്ങേര് നീ സമ്മതിക്കൂല. അവിടെ കിടന്ന് അടികൂടും. അപ്പൊ അവിടെ വിജയണ്ണ മകൻ തീവ്രവാദിനെ കൈ പിറ്റാത്തേക്ക് വെട്ടും. അല്ല, തോക്ക് വെച്ച് വെടിവെച്ച് പൊട്ടിക്കും. എന്നിട്ട് സ്ലോ മോഷനിൽ തോക്ക് ഇറക്കി തീവ്രവാദിയെ വെടിവെച്ച് കൊല്ലും. തീർന്ന് ഇവിടെ തീർന്നെന്ന് കരുതുമ്പോ ആണ് സിനിമയുടെ അങ്ങേയറ്റ അവരത നിമിഷം വരുന്നത്. ഇതുപോലുള്ള ഒരു പണ്ടല് ഇനി ആരാലെയും പണ്ണ മുടിയാത്. സീൻ ഒരു തീവ്രവാദ ക്യാമ്പ്. മറ്റേ മെയിൻ മൂപ്പിലല്ലേ ഒസമ ബിൻ ലാദൻ പകുതി വളർന്നത്. അങ്ങനെ കൊട്ടാരം വിജയണ്ണനെ തീർക്കണം എന്നും പറഞ്ഞ് നാക്ക് വായിക്കകത്ത് 2.5 സെന്റിമീറ്റർ പോയതും അടയുന്നൊരു വെടി. അണ്ണ അവിടെ എത്തി. അണ്ണ 2-3 മാസമായിട്ട് ഇവരെ കൂടെ ട്രെയിനിങ് ആണ്. എന്തിന് വളരാത്ത ഒസമ ബിൻ ലാദൻ തീർക്കാൻ. പഴയ മറ്റേ ബലൂൺ കൊച്ചിനെ കൊല്ലാൻ കാരണം ഈ ഫ്യൂറി അല്ലേ. വിജയണ്ണൻ വന്നതറിഞ്ഞ 1.5 ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ ഒരു തുരങ്കത്തി വെച്ച് വിജയണ്ണ അവരെ എല്ലാരും കൊല്ലും. എന്നിട്ട് ലിറ്റിൽ ഒസമയെ വിറക് പോലെ കെട്ടി വരുന്ന ഒരു ഫൈറ്റർ ജെറ്റ് കയറ്റി. ഈ ജെറ്റൊക്കെ എവിടെ നിന്ന് വന്നിരുന്നു തമ്പുരാനെ പോലും അറിഞ്ഞൂടാ. എന്നിട്ട് ആ ജെറ്റ് കയറ്റി പറക്കുമ്പോ ഇന്ത്യൻ ഫൈറ്റർ പ്ലെയിൻ പാകിസ്ഥാനിലൂടെ പോകുന്നു. അങ്ങനെ ഇപ്പൊ പറക്കണ്ട, ആക്രമിക്കാൻ അവനെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ടീമും കൂടാ. അണ്ണം വിടും. അണ്ണ ഇന്ത്യ വിളിച്ച് റാഫേലിന്റെ സഹായം ചോദിച്ച് അവരെല്ലാം കൂടി ഒരുമിച്ച് ആകാശത്ത് തീമഴ പെയ്യിക്കും. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ആകാശത്ത് 2000 കിലോമീറ്റർ കൂടെ പറക്കണ തൊട്ടപ്പുറത്തൂടെ പോയ ജെറ്റ്. അണ്ണ ഇവിടെ നിന്ന് നോക്കി സലാം കാണിക്കും. എല്ലാം ഞാൻ സംഭവിക്കും. എന്നാൽ ഇത് എന്തോന്നടേ സലാമൊക്കെ പറയണ. ഇതൊക്കെ എങ്ങനെ? അല്ലെങ്കിൽ ചീറ്റപ്പുലിയുടെ ചിറ്റപ്പുലെ ചിന്താമണി കൊലക്കേസുമായിട്ട് ഒരു ബന്ധവുമില്ലേ? അല്ല, എന്റെ കിളിയൊക്കെ പോയടേ. ഇത് കണ്ട് എന്ത് ചെയ്യാൻ? എന്തായാലും മതി. ഇനി ഒരു അംഗത്തിന് എന്റെ ശരീരത്തിന് ഊർജ്ജമില്ല. തൽക്കാലത്തേക്ക് വിടാ. എന്തായാലും എന്റെ തമിഴ്, മലയാളം, മറാഠ, ബംഗാളം, മഹാരാഷ്ട്ര മക്കളെ മറന്നേക്കാം. ഈ പടം മനസ്സിൽ വെക്കരുത്. മനോവിഭ്രാന്തി ഉണ്ടാകും. മോൻ പോട്ടെ. അപ്പോ ഇനി മിനിഞ്ഞാന്ന് കാണാം. വണക്കം. താങ്ക്സ്.